ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവുമായിട്ടുള്ള റൈറ്റ് റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലവ്. പുതിയ നിയമത്തിൽ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ മുടിയനായ പുത്രനിൽ കൂടെ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചത്. എത്ര മോശം ഭാവിയാണെങ്കിലും എത്ര നശിപ്പിച്ചവനാണെങ്കിലും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ പിതാവ് രണ്ട് കൈ നീട്ടി ഓടി വന്ന് സ്വീകരിക്കും. കാരണം പിതാവിന് നമ്മൾ അത്ര വിലയേറിയവരാണ്. അതുകൊണ്ടല്ലേ ഓടി വരുന്നത്. പിതാവ് യേശുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുക. പക്ഷെ നമ്മൾ വകുപ്പും ചട്ടങ്ങളും പറഞ്ഞ് നമുക്കിപ്പോഴും ഇഷ്ടം ലോകത്തിൻ്റെ ആ സന്തോഷങ്ങളാണ്. നമുക്കതും വേണം, മരിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുക വേണം. ഇന്ന് പലരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ്. ലോകത്തിൽ കിട്ടാവുന്ന ആ സന്തോഷങ്ങളും സുഖങ്ങളും മുഴുവൻ നമുക്ക് വേണം, ഒന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രത്യേകിച്ച് നിത്യജീവനും നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു മലയുടെ ക്ലിഫിൻ്റെ അറ്റത്ത് പോയി സെൽഫി എടുക്കും, അല്ലെ റെയിൽവേ ട്രാക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അറ്റത്ത് വന്ന് ട്രെയിൻ വരുന്നതാണ് സെൽഫി എടുക്കും. ജീവനും മരണത്തിനും ഇടയ്ക്കാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അത് പറ്റത്തില്ല. കാരണം അങ്ങനെ ലോകത്തിൻ്റെ വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വരാത്തതിൻ്റെ കാര്യം നമ്മുടെ ഫോക്കസ് എപ്പോഴും ലോകത്തില്ല. ഒരു വിവാഹം കഴിഞ്ഞ പെൺകുട്ടി ഇപ്പോഴും അവിടെ പഴയ റിലേഷൻഷിപ്സും അല്ലെ പഴയ ബോയ് ഫ്രണ്ട്സിനെയും അല്ലെ പഴയ അവളുടെ ആ ജീവിത രീതികളും മോശമായ ജീവിത രീതികളും മാത്രം ഓർത്തുകൊണ്ടും അതിലോട്ട് വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഭർത്താവിനെ സ്നേഹിക്കാനോ ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഡിനൈ യുവർ സെൽഫ്, നിങ്ങളുടെ സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് പോയി. അതെല്ലാം മോശമായിരുന്നു, നിങ്ങൾക്ക് തോന്നുക നല്ലതായിരുന്നു. അത് ഡിനൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധം വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വേണ്ടാത്ത സ്വഭാവങ്ങളും ആഗ്രഹങ്ങളും വേണമെന്ന് വെക്കാൻ സഹായിക്കും. രണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കി തരും, ആഗ്രഹം തരും, അത് ചെയ്യാനുള്ള ശക്തിയും തരും. ഇതാ പുതിയ നിയമം. പഴയ നിയമത്തിൽ ന്യായപ്രമാണം വായിക്കുമ്പോൾ ആഗ്രഹം വരും, അല്ലെങ്കിൽ ബോധ്യം വരും, ഹെൽപ്പില്ല, അല്ലെങ്കിൽ ശക്തിയില്ല, സ്വന്തമായിട്ട് വേണം ചെയ്തു. ഓക്കെ. അപ്പോൾ കർത്താവ് പറയാം, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. അന്നത്തെ രീതിയാണ് ഫീസ്റ്റിംഗ്. സന്തോഷം വരുമ്പോൾ ഏറ്റവും കൊഴുത്ത കാളക്കുട്ടി, അല്ലെങ്കിൽ ഏറ്റവും മോശത്തിന്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പഴങ്ങിനെടുത്തോണ്ട് വരാം. ഇന്നലത്തെ ബാക്കി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ബിരിയാണിയുടെ ബാക്കി ഉണ്ടോ നോക്ക്, ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇവർ കൊടുക്കുന്നതാണോ പറഞ്ഞത്? നോ, ബിക്കോസ് ഇവനെൻ്റെ പുത്രനാണ്. എന്നിട്ട് പറയാം, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. ഓർത്ത് വയ്ക്കി, നഷ്ടപ്പെട്ടെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ മടങ്ങി വന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഇനി 25, ഇനിയാണ് ട്വിസ്റ്റ്. ട്വിസ്റ്റ്. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. ഇവൻ്റെ നേച്ചർ കൂടി കിട്ടി. ഇവന് ദൂരെ നിന്ന് എല്ലാം ചട്ടപ്രകാരം ന്യായപ്രമാണത്തെ കാണിക്കുക, അല്ലെങ്കിൽ യഹൂദനെ കാണിക്കുക. പരീക്ഷ മനോഭാവം എന്താണെന്ന് മനസ്സിലായി. ഇന്നും അനേക വിശ്വാസികൾ അല്ലെങ്കിൽ ദേവദാസന്മാർ ഇതേ മനോഭാവത്തോടെ ടീച്ച് ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നു. അവൻ വയലിലിരുന്നവനെ അധ്വാനിക്കുമായിരുന്നു. പിതാവ് പറഞ്ഞ് പണി ചെയ്യുക. അവനൊന്നും നശിപ്പിച്ചില്ല. പിതാവിനെതിരെ അവൻ നിന്നിട്ടില്ല. പിതാവ് പറയുന്നത് മുഴുവൻ അക്ഷരം പ്രതി അനുസരിച്ചു. പക്ഷേ സ്നേഹത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഭയത്തിൽ രണ്ട് ഉടമ്പടിയെ കാണിക്കുക. മൂത്ത മകൻ ന്യായപ്രമാണത്തെ, ആദ്യത്തെ ഉടമ്പടി. രണ്ടാമത്തെ മകൻ പുതിയ ഉടമ്പടി, ആ സ്നേഹത്തിലുള്ള ഉടമ്പടി. അവൻ തിരിച്ചിരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം നേടാം. ഇവന് നേരെ വീട്ടിൽ കയറിയാൽ
ഇവനെന്തിനാ ഒളിച്ചും പാത്തും മാറുന്നില്ല, വേലക്കാരനെ കൈ കാണിച്ച് വിളിക്കുക. ഇവിടെ എന്തോ സംഭവം, അവന് സ്വന്തം വീടാ. ഇപ്പം തന്നെ എൻ്റെ റിലേഷൻഷിപ്പ് കൂടി കിട്ടി. ഞാൻ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഏത് ഉടമ്പടിയിൽ നിൽക്കുന്നത് തിരിച്ചറിയണം. പിതാവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. നമ്മൾ ഭവനത്തിലെ അംഗങ്ങളാണ്, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഇവൻ ആ ഭവനത്തിലെ അംഗമാണ്, ഇവൻ ആ ഫ്രീഡമാണ്. ഇവൻ്റെ നേരെ എന്ന് അപ്പൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നില്ല, ഇവിടെ എന്താ സംഭവം, ഇവനെന്താ പറ്റാത്തത് എന്താ? അതാണ് അവൻ്റെ ലീഗലിസം. അവനതിനുള്ള സ്വാതന്ത്ര്യമില്ല. അവനെല്ലാം ചട്ടപ്രകാരം. അവന് പേടിയാണ്. ഞാൻ ചെയ്യുന്ന അപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പനെ ഇഷ്ടപ്പെടുമോ, അപ്പൻ എന്നോട് ദേഷ്യപ്പെടുമോ? അവനിപ്പോഴും അപ്പനെ അങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. അപ്പനെ അങ്ങനെ കാണാൻ അവന് ഇഷ്ടം. വേലക്കാരനെ വിളിച്ച് കാര്യം നൽകി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. പിന്നെ 28 പറയാം. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. മൂത്തുമോനാ, സ്വന്തം അന്യനെ മടങ്ങി വന്നു, നഷ്ടപ്പെട്ടവരായിരുന്നു. അവൻ കോപിച്ച്, അതായത് ഈ സദ്വർത്താനം കേട്ടപ്പോൾ ഇവനുണ്ടായ പ്രശ്നം. യേശുക്രിസ്തു വന്ന്, അല്ലെങ്കിൽ ഇത് നമ്മൾ വേറെടുത്ത് ഇതേ സ്വഭാവം നമുക്ക് കാണാം. അത് അടുത്ത എപ്പിസോഡിൽ പറയാം. 10